ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ബ്രിഡ്ജസ് ഓഫ് എ ഗ്രാഫിൻ്റെ ബ്രിഡ്ജസ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ബ്രിഡ്ജസിലേക്ക് ഉള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി സാധാ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കരകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒന്നാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ ഗ്രാഫിൽ എങ്ങനെ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിൽ ഉണ്ടാകുന്ന ഡിസ്കണക്ഷൻ എന്ത് എന്നുള്ളതാണ് നമ്മൾ ബ്രിഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടിലാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ റിസൾട്ട് ഇതാണ്. തിയറം ലെറ്റ് E be an edge of the graph G, and as usual let G minus E be the subgraph obtained by deleting E. Then omega of G is less than or equal to omega of G minus E, which is less than or equal to omega of G plus 1. omega of G എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പോണൻസ് ആണ്. സോ ഒരു ഗ്രാഫ് ജി എടുത്തു കഴിഞ്ഞാൽ ജി മൈനസ് ഇ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒമേഗ ഓഫ് ജി ആയിരിക്കും, അല്ലെങ്കിൽ ഒമേഗ ഓഫ് ജി പ്ലസ് 1 ആയിരിക്കും. രണ്ട് പോസിബിലിറ്റിയാണ് ഒമേഗ ഓഫ് ജി മൈനസ് ഇക്കുള്ളത്. ഒന്നുകിൽ അത് ഒമേഗ ഓഫ് ജിക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് ഒമേഗ ഓഫ് ജി ഒമേഗ ഓഫ് ജി പ്ലസ് 1 ഈക്വൽ ചെയ്യാൻ പോവാണ്. ഇപ്പൊ പ്രൂവ് ചെയ്യാം. ജി എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്, ഏതോ ഒരു ഗ്രാഫാണ്. അതിൻ്റെ കമ്പോണൻസ് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എടുക്കുന്നു ഇ എന്ന് പറയുന്ന എഡ്ജ് ഇതിൻ്റെ സി എന്ന് പറയുന്ന കമ്പോണൻറ്റിലാണെന്ന് വെച്ചോളാം. ലെറ്റ് ഇ ഈക്വൽ ടു യു ബി ദ എഡ്ജ് ബിലോങ്സ് ടു the component C of T. ജിയുടെ സി എന്ന് പറയുന്ന കമ്പോണന്റിലാണ് എന്തുള്ളത്, ഇ എന്ന് പറയുന്ന എഡ്ജ് ഉള്ളത് എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ ഇ എന്ന് പറയുന്ന എഡ്ജ് ഇവിടെ രണ്ട് പോസിബിലിറ്റി, ഒരു പോസിബിലിറ്റി യുവും വിയും, ഇ എന്ന് പറയുന്ന ലൂപ്പ് ആകാം, ഇ എന്ന് പറയുന്ന ലൂപ്പ് ആകാം. ഇ എന്ന് പറയുന്ന ലൂപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. If u equal to v, then E is a loop. ലൂപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് C1 എന്ന് പറയുന്ന കമ്പോണന്റ്. C1 എന്ന് പറയുന്ന കമ്പോണന്റിലാണ് ഏതുള്ളത്, ഇ എന്ന് പറയുന്ന എഡ്ജ്. ഈ എഡ്ജ് ലൂപ്പ് ആണെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല, ഗ്രാഫിന് പ്രത്യേകിച്ച് ഡിസ്കണക്ഷൻസ് ഒന്നും സംഭവിക്കത്തില്ല. Then G minus E is connected. So omega of G minus E equal to omega of G. അപ്പോൾ നമുക്ക് അവിടെ ഡിസ്കണക്ഷൻ സംഭവിക്കാത്തതുകൊണ്ട് ജി മൈനസ് സിക്കകത്തുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതിൻ്റെ കമ്പോണൻസ് തന്നെയായിരിക്കും, ജിയുടെ കമ്പോണൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആണെങ്കിൽ വിയും യുവും വിയും സെയിം ആണെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു സപ്പോസ് u not equal to v. അപ്പോൾ u not equal to v ആണെന്ന് അസ്യൂം ചെയ്യാം. u not equal to v ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഈ ഗ്രാഫ്, അതായത് ഈ സി എന്ന് പറയുന്ന കമ്പോണന്റിലെ ഈ ഇയെ കണ്ടെയ്ൻ ചെയ്യുന്ന സി എന്ന് പറയുന്ന കമ്പോണന്റിലെ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് രണ്ട് പോസിബിലിറ്റി ഞാൻ പറയാം. For any two vertices x, y in C,
സി എന്ന് പറയുന്ന നമ്മൾ ആദ്യമേ എടുത്തിരുന്നു. സി എന്ന് പറയുന്നതാണ് എന്തെന്ന് ജിയുടെ കമ്പോണന്റ്, ഇയെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണന്റ്. ഫോർ എനി ടു വെർട്ടീസസ് എക്സ് കോമ വൈ ഇൻ സി എയ്തർ every xy path contain the edge E, or second one, there exists a path connecting x and y that does not contains the edge E. അപ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്നുകിൽ എക്സ് വൈയെ കണക്ട് ചെയ്യുന്ന എല്ലാ പാത്തും ഇയെ കണ്ടെയ്ൻ ചെയ്യുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എക്സ് വൈയെ ഒരു പാത്തെങ്കിലും എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് എന്ത് ഇയെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു പാത്തും ഉണ്ടാകും. എക്സ് ഇയെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു പാത്തുള്ള രണ്ട് പെയർ വെർട്ടീസസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഈ രണ്ട് പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോസിബിലിറ്റി ഞാൻ എടുക്കുകയാണെന്ന് വെച്ചോ, ഇഫ് വൺ ഹോൾസ് then if we remove E from G, there does not exist a path connecting x and y. അതായത് ഇതിപ്പോ ഇതാണ് സി എന്ന് പറയുന്നത്, ഇതാണ്. അപ്പൊ രണ്ട് പാത്തുകൾ നമ്മൾ എടുക്കുന്നു. ഇവിടെ ഈ ഒരു പാർട്ടും ഈ ഒരു പാർട്ടിലെയും രണ്ട് വെർട്ടെക്സ് ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു പാത്ത്, അതായത് ഈ എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന ഏതൊരു പാത്ത് എടുത്താലും അത് ഈ കണ്ടെയ്ൻ ചെയ്യണം. ഇങ്ങനെ എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന ഏത് പാത്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സി. ഇപ്പോൾ ഇവിടെ ഒരു വെർട്ടെക്സ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു വെർട്ടെക്സ് വൈ ഉണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഇ എന്ന് പറയുന്ന എഡ്ജ് ഉണ്ട്, യു വി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എക്സിനെയും വൈയിലും കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും അത് എന്തിൽ കൂടെ പോകുന്നത്, ഈ ഇയെ കണ്ടെയ്ൻ ചെയ്തേ പോകുന്നുള്ളൂ എന്ന് വെച്ചോളൂ. എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും അത് ഇതിനെ കണ്ടെയ്ൻ ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ഈ എഡ്ജ് അങ്ങ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ എഡ്ജ് അങ്ങ് റിമൂവ് ചെയ്താൽ എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന വേറൊരു പാത്തും എന്ത് ചെയ്യത്തില്ല, ഈ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന ഏത് പാത്ത് എടുത്താലും അതിനകത്ത് ഇ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ആ ഇ എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്താൽ there does not exist a path connecting x and y. എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന വേറെ ഒരു പാത്തും ഉണ്ടാവില്ല. then C becomes disconnected. C എന്ന് പറയുന്ന ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറും. അപ്പോൾ സി എന്ന് പറയുന്ന ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറുകയാണെങ്കിൽ ഒമേഗ ഓഫ് ജി മൈനസ് സി എന്ന് പറയുന്ന എന്തായിട്ട് മാറും, ഒമേഗ ഓഫ് ജി. സി എന്ന് പറയുന്ന ഒറ്റ കമ്പോണന്റ് ആയിരുന്നു, ഇപ്പൊ അത് എന്തായിട്ട് മാറി, രണ്ട് കമ്പോണന്റ് ആയിട്ട് അങ്ങ് മാറി. സോ അതിന്റെ ഒന്നും കൂടി എന്ത് ചെയ്യും, ജി മൈനസ് ഒമേഗ ഓഫ് ജി പ്ലസ് 1 ആയിട്ട്. ഇത് ഒരു കമ്പോണന്റ് ആയിട്ടായിരുന്നു ജിക്കകത്തിരുന്നത്, പക്ഷെ ജി മൈനസ് സിയിൽ വന്നപ്പോഴത്തേക്ക് അത് രണ്ട് കമ്പോണന്റ്, ആ സി എന്ന് പറയുന്നത് രണ്ടായിട്ട് അങ്ങ് മാറി. കാര്യം എക്സിനെയും വൈനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തില്ല, പാത്തുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അവിടെ കമ്പോണൻസ് എത്ര വന്നു, സിയെ അങ്ങ് രണ്ടായിട്ട് മുറിച്ചു. സോ ടോട്ടൽ നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻ ജി മൈനസ് സി എന്ന് പറയുന്നത് ഒമേഗ ജിയിലുള്ളതിനേക്കാൾ എന്തും കൂടിയായി, അല്ലെ ജിയിലുള്ളതിനേക്കാൾ ഒന്നും കൂടി കൂടുതൽ വന്നു. ഇനി അടുത്ത, സപ്പോസ് 2 ഹോൾസ് രണ്ട് സംഭവിക്കുകയാണെന്ന് വെച്ചോളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ, എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന ഈ അല്ലാതെ ഒരു പാത്തുണ്ട്. ഏത്, ഇവിടെ ഇ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന ഈ അല്ലാതെ ഒരു പാത്ത് ഉണ്ടെന്ന് വെച്ചോളൂ. ഏത് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും, ഇത് ഏത് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും
ഇങ്ങനെ എക്സ് വൈനെ കണക്ട് ചെയ്യുന്ന ഈ മാത്രമുള്ള പാത്ത് ഉള്ളൂ. ഇനി ഇവിടുത്തെ ഈ കേസിൽ എക്സ് വൈ ഏത് രണ്ട് വെർട്ടെക്സ് ആയാലും ആ രണ്ട് വെർട്ടെക്സിനെ കണക്ട് ചെയ്യുന്ന ഫോർ എനി ടു വെർട്ടീസസ് ആണ്. ഫോർ എനി ടു വെർട്ടീസസ് ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും, ഒരു പർട്ടിക്കുലർ അല്ല, ഏത് രണ്ട് വെർട്ടെക്സ് ഈ അല്ലാതെ ഒരു എന്താ പാത്ത് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ പാത്തിനെ ഞാൻ P1 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈ എഡ്ജ് റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും, എക്സിനെയും വൈയെയും തമ്മിൽ കണക്ട് ചെയ്ത് എഗെയിൻ ഒരു പാത്ത് P1 ഉണ്ടാവും. ഈ P1 എന്ന് പറയുന്നത് എക്സിനെയും വൈയെയും കണക്ട് ചെയ്യുന്ന പാത്ത് തന്നെയായിരിക്കും. അപ്പോൾ 2 ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, in G minus E, X and Y are connected by the path which does not contain the edge E. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിന് ഡിസ്കണക്ഷൻ ഒന്നുമില്ല. സോ ഒമേഗ ഓഫ് ജി മൈനസ് ഇക്കകത്ത് എന്ത് സംഭവിക്കും, ഒമേഗ ഓഫ് ജി കമ്പോണൻസ് തന്നെയായിരിക്കും. ജിക്കകത്തുള്ള കമ്പോണൻസും ജി മൈനസ് സിയിലെ കമ്പോണൻസും എന്തായിട്ട് മാറി, സെയിം ആയിട്ട് മാറി. അപ്പോൾ ഇത് പാത്ത് ഇയെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന പാത്ത് മാത്രമേ ഉള്ളെങ്കിൽ കമ്പോണന്റ് കൂടി, അല്ലാത്ത പക്ഷം എന്തായിട്ട് വന്നു, കമ്പോണന്റ് സെയിം നമ്പർ ഓഫ് കമ്പോണൻറ്റ്. സോ ഇഫ് നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ഒമേഗ ഓഫ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി മൈനസ് സി, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി പ്ലസ് ഒമേഗ ഓഫ് ജി പ്ലസ് 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ആ തിയറത്തെ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക്, ഈ തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഗ്രാഫിൽ എഡ്ജ് റിമൂവ് ചെയ്താൽ നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് കമ്പോണൻസ് 1 ഇൻക്രീസ് ചെയ്യും. ചില ഗ്രാഫിൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ നമ്പർ ഓഫ് കമ്പോണൻസ് 1 ഇൻക്രീസ് ചെയ്യും. ആ ടൈപ്പ് എഡ്ജുകളെ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ആ ടൈപ്പ് എഡ്ജുകളെ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഗ്രാഫ് ജിയിൽ ഈ എന്താ ഒരു എഡ്ജ് ഇ എന്ന് പറയുന്ന എഡ്ജ് ബ്രിഡ്ജ് ആവണമെങ്കിൽ ഈസ് എ ബ്രിഡ്ജ് ഓഫ് ദ ഗ്രാഫ് ജി ഇഫ് ജി മൈനസ് ഇ ഈസ് ഡിസ്കണക്റ്റഡ്, അല്ലെ ഈസ് ജി മൈനസ് ഇ കണ്ടെയ്ൻസ് more components than G. ജിയേക്കാൾ കൂടുതൽ കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് ജിയിൽ നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ജിയേക്കാൾ കമ്പോണൻസ് ഇൻക്രീസ് ചെയ്യുമെങ്കിൽ ആ എഡ്ജിനെ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുന്നു, എഫ് ഇ അതാണ് എഡ്ജ്, ഇതാണ് ജി എന്ന് പറയുന്നത്. ജി മൈനസ് സി വരച്ചാൽ എന്താ സംഭവിക്കുക, ഇത് വെർട്ടെക്സുകൾ അതുപോലെ നിൽക്കാം, ഈ എഡ്ജ് അതുപോലെ നിൽക്കും, എഫ്. സോ ജി മൈനസ് സിയിലെ ഇവിടുത്തെ നമ്പർ ഒമേഗ ഓഫ് ജി എന്ന് പറയുന്ന 1 ആണ്, ഒമേഗ ഓഫ് ജി മൈനസ് ഇ എന്ന് പറയുന്നത് 2 ആണ്. സോ ദിസ് എഡ്ജ് ഇ ഈസ് എ ബ്രിഡ്ജ് ഓഫ് ജി. ഇ എന്ന് പറയുന്ന ബ്രിഡ്ജ് ആണ്. അടുത്ത ഒരു എക്സാമ്പിൾ, ഇങ്ങനെ V1 V2 V3 E1 E2 E3. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ, ഈ ഗ്രാഫിൽ ഞാൻ E1 റിമൂവ് ചെയ്താൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക, ഗ്രാഫ് ഇങ്ങനെയായിരിക്കും കിട്ടുക. E2 ഏത് റിമൂവ് ചെയ്താലും ദാറ്റ് ഗ്രാഫ് ഈസ് ഐസോമോർഫിക് ടു ദിസ് ഗ്രാഫ്. സോ ഈ ഗ്രാഫ് G ആണെങ്കിൽ G മൈനസ് EI എന്ന് പറയുന്നത് എന്താ, ഒമേഗ ഓഫ് ജി മൈനസ് ഇ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നത് 1 തന്നെ. ഈ ഗ്രാഫിൽ ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും എന്ത് സംഭവിക്കത്തില്ല, അതിന്റെ നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻക്രീസ് ചെയ്യത്തില്ല. നമ്പർ ഓഫ് കമ്പോണൻസ് എന്ത് ചെയ്യത്തില്ല, ഇൻക്രീസ് ചെയ്യത്തില്ല. സോ ഈ ടൈപ്പ് ഗ്രാഫിനെ വിളിക്കുന്ന, ഈ ടൈപ്പ് എഡ്ജസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല. സോ ഇതിനകത്ത് ബ്രിഡ്ജ് ഇല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇ എന്ന് പറയുന്ന എഡ്ജ് ബ്രിഡ്ജ് ആണ്, എഫ് എന്ന് പറയുന്ന എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അതെന്ത് തന്നെയാണ്, ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫില് ആ എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ
ആ എഡ്ജിനെ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്രാഫ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഗ്രാഫിൽ ഈ എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് ജി ആണ്. അവിടെ ജി മൈനസ് സി എന്ന് പറയുന്നത് എന്ത് വരും? ഈ ഒരു ട്രയാങ്കിൾ വരും. ഇത് ഇങ്ങനെ ആയിരിക്കും കിടക്കുക, രണ്ട് കമ്പോണന്റ് ആയിട്ട് വരും. സോ ഇതെന്ന് പറയുന്നത് എന്ത് ഗ്രാഫാണ്? ഇതൊരു ബ്രിഡ്ജ് ഉള്ള ഗ്രാഫാണ്. ഇതെന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ബ്രിഡ്ജ് ഉള്ള ഒരു, ഈ എഡ്ജ് എന്ന് പറയുന്ന എഡ്ജ് ബ്രിഡ്ജ് ആണ്. നമ്മൾ ബ്രിഡ്ജ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ബ്രിഡ്ജിന്റെ കുറച്ച് പ്രത്യേകത, ബ്രിഡ്ജ് വരികയാണെങ്കിൽ എന്തൊക്കെ പ്രത്യേകത ഒരു ഗ്രാഫിന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്. ജി എന്ന് പറയുന്ന ഗ്രാഫിന് ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രാഫ്, എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ ഈ ഇ എന്ന് പറയുന്ന എഡ്ജ് എന്താണ്? ഇ എന്ന് പറയുന്ന എഡ്ജ് ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ അതിന്റെ എൻഡ് പോയിന്റ്സ് ആണ് യുവും വിയും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ യുവിനെയും വിയെയും കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാത്തേ ഉള്ളൂ, അത് ഈ എഡ്ജാണ്. യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ, അത് ഈ ഇ എന്ന് പറയുന്ന ആ എഡ്ജാണ് വരുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ ഒരെഡ്ജും E1, E2, E3 ആണെങ്കിൽ ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും അതെന്താവത്തില്ല, അത് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യത്തില്ല. ഈ ഗ്രാഫിൽ G2 എന്ന് പറയുന്നത്, ഈ ഗ്രാഫിനെ G2 എന്ന് വിളിച്ചാൽ G2ൽ ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും ഗ്രാഫ് എന്താവത്തില്ല, ഡിസ്കണക്റ്റഡ് ആവത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E1 എന്ന് പറയുന്ന വെർട്ടെക്സ്, E1 എന്ന് പറയുന്ന എഡ്ജിന്റെ എൻഡ് വെർട്ടെക്സ് ആണ് യുവും വിയും എങ്കിൽ യുവും വിയും തമ്മിൽ കണക്ട് ചെയ്ത് എന്തുണ്ട്? വേറൊരു പാത്തുണ്ട്. ഇതുപോലെ ഏത് എഡ്ജ് എടുത്താലും യുവിനെയും വിനെയും കണക്ട് ചെയ്ത് എന്തുണ്ട്? വേറൊരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യു വി എന്ന് പറയുന്ന ലൈൻ അല്ലാതെ വേറൊരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു റിമാർക്കായിട്ട് നമുക്ക് പറയാം, എന്ത് പറയാം റിമാർക്കായിട്ട്? ഇ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ്, ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് is a bridge of a graph G if it is not a loop, അത് ലൂപ്പ് ആവരുത്, and if E equal to UV then there does not exist a path connecting U and V other than the edge E. അപ്പോൾ ഇ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ആവണമെങ്കിൽ അതൊരു ലൂപ്പ് ആകരുത്. ലൂപ്പിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലൂപ്പ് ആയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താവത്തില്ല, ബ്രിഡ്ജ് ആവത്തില്ല. അത് റിമൂവ് ചെയ്താലും ഗ്രാഫിന്റെ കണക്റ്റഡ്നെസ്സിന് ഒരു പ്രശ്നവും സംഭവിക്കത്തില്ല. അപ്പൊ ലൂപ്പ് ആണെങ്കിൽ അതെന്ത് സംഭവിക്കത്തില്ല, അതൊരു ബ്രിഡ്ജായി മാറത്തില്ല. ഇനി ഇ എന്ന് പറയുന്ന എഡ്ജ് ലൂപ്പ് ആവണമെങ്കിൽ യുവിനെയും വിനെയും, ഇന്റെ എൻഡ് വെർട്ടെക്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വേറെ ഒരു പാത്തും എന്ത് ചെയ്യരുത്, നമുക്കിടെ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യരുത്. വേറെ ഒരു പാത്തും എക്സിസ്റ്റ് ചെയ്യാതിരുന്നാലേ അതെന്തായി മാറത്തുള്ളൂ, അതൊരു ഒരു ബ്രിഡ്ജ് ആയിട്ട് മാറത്തുള്ളൂ. വേറെ പാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ് സംഭവിക്കുന്നത്. വേറെ പാത്ത് ഉണ്ടെങ്കിൽ ഈ റിമൂവ് ചെയ്താലും ആ പാത്ത് ഉണ്ട്. സോ ആ ഗ്രാഫ് എന്താവണമെന്നില്ല, ഡിസ്കണക്റ്റഡ് ആവണമെന്നില്ല. ഇത് കുറച്ചും കൂടെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ആണെങ്കിൽ ഈ രീതി നിൽക്കുന്നത്, ഇവിടെ ആയിരിക്കും യു, ഇവിടെ ആയിരിക്കണം വി. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഇതേ കാണത്തുള്ളൂ. വേറെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടെന്ന് വെച്ചോളൂ, ഇങ്ങനെ ഒരു P1 എന്ന് പറയുന്ന പാത്ത് ഉണ്ടെന്ന് വെച്ചോളൂ. P1 എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ ഈ എഡ്ജ്, ഈ എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഈ എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, യു ഉണ്ട്, വി ഉണ്ട്. ആ എഡ്ജ് റിമൂവ് ചെയ്തു, പക്ഷെ വീണ്ടും എന്താ, ഇങ്ങനെ ഒരു പാത്ത് പി എന്ന് പറയുന്ന പാത്ത് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഡിസ്കണക്റ്റഡ് ആവുകയില്ല. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു കണ്ടീഷനാണ്. അത് ഡെഫിനിഷനിൽ നിന്ന് ഫോളോ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഒരു ഗ്രാഫിനകത്ത് ബ്രിഡ്ജ് ഉണ്ടാവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് നമ്മൾ അടുത്തൊരു റിസൾട്ടായിട്ട് പറയുന്നത്. തിയറം 2.7 an edge E of a graph G is a bridge if and only if E is not a part of any cycle in G. is not a part of any cycle in G. അപ്പോൾ ഈ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിൽ ഇ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് ഒരു ബ്രിഡ്ജ് ആവണമെങ്കിൽ ഇ എന്ന് പറയുന്ന ഒരു ലൂപ്പിലും ഒരു സൈക്കിളിലെയും എഡ്ജ് ആവാൻ പറ്റില്ല. ഒരു സൈക്കിളിലെയും എഡ്ജ് ആവാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു ലെറ്റ് ഇ ഈക്വൽ ടു യു വി. ഇന്റെ എൻഡ് വെർട്ടെക്സുകൾ യുവും വിയും ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ബ്രിഡ്ജ് ആണെങ്കിൽ അത് സൈക്കിളിലല്ല എന്ന് പറയണം. അതാണ് ഫസ്റ്റ് പാർട്ട്. ഈ ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അത് സൈക്കിളിൽ വരാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു, കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സപ്പോസ് E is not a bridge. E എന്ന് പറയുന്ന ബ്രിഡ്ജ് അല്ല എന്ന് വെക്കുക. ഈ ബ്രിഡ്ജ് അല്ലെങ്കിൽ നമുക്ക് ആ റിമാർക്കിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുകളിൽ പറഞ്ഞ റിമാർക്ക് വെച്ചിട്ട് ഈസ് എയ്തർ then by the above remark E is either a loop or there exists a path connecting U and V other than the edge E. E എന്ന് പറയുന്ന എഡ്ജ് അല്ലാതെ അവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ടാവും. ഈ ലൂപ്പ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ലൂപ്പ് ആണെങ്കിൽ അത് സൈക്കിളിലായി. ഇഫ് യു ഈസ് എ ലൂപ്പ് then E is a part of a cycle. അപ്പോൾ ഈ ലൂപ്പ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് E is a loop then E is a part of a cycle. സൈക്കിളിന്റെ പാർട്ടായിട്ട്. അപ്പോൾ ഇനി അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? Otherwise there exists a path P equal to, ഇവിടെ യുവിനെയും വിനെയും തമ്മിൽ കണക്ക് യു വി നോട്ട് V1 എക്സെട്ര V does not contain the edge E. E എന്ന് പറയുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു പാത്ത്. അപ്പോൾ യു എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, വി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഇ എന്ന് പറയുന്ന എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു പാത്ത് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പാത്തിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? പി എന്ന് വിളിച്ചു. ഇനി നമുക്ക് ആ പാത്തിന്റെ കൂടെ നമ്മുടെ ഈ എഡ്ജും കൂടി ആഡ് ചെയ്യുന്നു എന്ന് വെച്ചോളുക. ഇ എന്ന് പറയുന്ന എഡ്ജും കൂടി ആഡ് ചെയ്യാന്ന് വെച്ചോളുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതൊരു സൈക്കിള് ഫോം ചെയ്തു. ഈ ഗ്രാഫിൽ എന്തായി? ഒരു സൈക്കിള് ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞ ഒരു സൈക്കിളിലെ എന്തായിട്ട് മാറി? എലമെന്റ് ആയിട്ട് മാറി. ഇ ബിലോങ്സ് ടു സം സൈക്കിൾ എന്ന് പറയാൻ പറ്റി. ഈസ് എ പാർട്ട് ഓഫ് എ സൈക്കിൾ എന്ന് പറയാൻ പറ്റി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഇ, ദെൻ യു വി നോട്ട് V1 എക്സെട്ര വി അഗെയിൻ യു.
യുവിൽ നിന്ന് വിയിൽ വന്നു, പിന്നെ വി യു ഫോംസ് എ സൈക്കിൾ. ഹെൻസ് ഇ ബിലോങ്സ് ടു എ സൈക്കിൾ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇ ബിലോങ്സ് ടു, ഇ ഈസ് എ പാർട്ട് ഓഫ് എ സൈക്കിൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇ എന്ന് പറയുന്നത് സൈക്കിളിന്റെ പാർട്ടായി. അപ്പൊ നമ്മൾ എന്താ, ഈ ബ്രിഡ്ജ് അല്ല എന്ന് എടുത്തപ്പോൾ എന്ത് കിട്ടി? അത് ഏതെങ്കിലും ഒരു സൈക്കിളിന്റെ പാർട്ടാണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഹെൻസ് ഇ ഈസ് എ ബ്രിഡ്ജ്, then E is not a part of any cycle in G. ഒരു സൈക്കിളിന്റെയും പാർട്ട് ആവാനെ കൊണ്ട് പറ്റത്തില്ല. ഇ എന്ന് പറയുന്നത് എന്താവാൻ പറ്റത്തില്ല? ഒരു സൈക്കിളിന്റെയും പാർട്ട് ആവാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം? കോൺവേഴ്സ് പാർട്ട് വേണം. കോൺവേഴ്സ് പാർട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാനുള്ളത് ഇ എന്ന് പറയുന്ന എഡ്ജ് ഒരു സൈക്കിളിലും വരില്ല. ഇ എന്ന് പറയുന്നത് ഒരു സൈക്കിളിലും വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയണം? ഇ എന്ന് പറയുന്നത് എന്താണെന്ന് പറയണം? ഇ എന്ന് പറയുന്നത് നമുക്ക് ഒരു ബ്രിഡ്ജ് ആണെന്ന് പറയണം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ്, ഞാൻ അതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാനെ കൊണ്ട് ഞാൻ എടുക്കുന്നത് ഇ എന്ന് പറയുന്ന ഒരു സൈക്കിളിലെ പോർഷൻ ആണ്. ഇ എന്ന് പറയുന്നത് എന്താ, ഈസ് എ പാർട്ട് ഓഫ് എ സൈക്കിൾ. സപ്പോസ് ദാറ്റ് ഇ ഈസ് എ പാർട്ട് ഓഫ് ദ സൈക്കിൾ സി. സി എന്ന് പറയുന്ന സൈക്കിളിന്റെ പാർട്ടാണ് ഇ എന്ന് വെച്ചുകൊള്ളുക. അപ്പോ ഈ ലെറ്റ് സി ഈക്വൽ ടു V1 V2 എക്സെട്ര Vn. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിളിലെ പാർട്ടാണ് ഇ എന്നുണ്ടെങ്കിൽ ദെൻ ഇ ഈക്വൽ ടു VI പ്ലസ് 1 ഫോർ സം ഐ. ഇതിനകത്ത് പാർട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇതാണ് V1, ഇതാണ് Vn, സൈക്കിൾ ആയതുകൊണ്ട് Vn അഗെയിൻ V1 വേണം. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ഇതിലേക്കൊരു സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ സൈക്കിൾ വരുന്നത്. ഇങ്ങനെ വന്ന് Vn ഉണ്ട്. Vn വന്നിട്ട് ഇങ്ങനെ ഒരു എഡ്ജ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ സൈക്കിളിലെ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കണമെന്നില്ല. V1 ഇങ്ങനെ ഒരു സൈക്കിൾ V1 എന്ന് പറയുന്നത്, V1 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് എടുക്കുന്നു. V1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്കിളാണ് ഇങ്ങനെ വരുന്ന ഒരു സൈക്കിള്. ആ സൈക്കിളിലെ ഒരു എഡ്ജാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇ എന്ന് പറയുന്ന ഈ സൈക്കിളിൽ ഒരു എഡ്ജാണ്. ഇത് യു എന്നും ഇത് വി എന്നും. അതിൻ്റെ എൻഡ് ഇത് യുവും വിയും അല്ല, VI-യും ഇത് VI പ്ലസ് 1ഉം, VI-യും VI പ്ലസ് 1. ഈ എഡ്ജാണ് ഈ സൈക്കിളിലെ എഡ്ജാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് സൈക്കിളിലെ പാർട്ടായാൽ നമ്മുടെ റിമാർക്ക് വെച്ചിട്ട് എന്ത് പറയാം? സൈക്കിളിലെ പാർട്ടായാൽ അത് എന്താവാൻ പറ്റത്തില്ല? നമ്മുടെ ബ്രിഡ്ജ് ആവാൻ പറ്റത്തില്ല. ദെൻ ബൈ ദ എബോ റിമാർക്ക് ഇ ഈസ് നോട്ട് എ ബ്രിഡ്ജ്. എന്തുകൊണ്ടാ ഈ ബ്രിഡ്ജ് ആവാത്ത? ദെയർ എക്സിസ്റ്റ് എ പാത്ത് connecting VI and VI plus 1 which does not contain the edge. ഈ എന്ന് പറയുന്ന എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു പാത്ത് ഉണ്ട്. അല്ലെങ്കിൽ which there exists a path connecting VI and VI plus 1 other than the edge. അങ്ങനെയാണ് നമ്മുടെ റിമാർക്ക് പറയാം. അതർ ദാൻ ദ എഡ്ജ് ഇ അല്ലാതെ, ഇ എന്ന് പറയുന്ന എഡ്ജ് അല്ലാതെ വേറൊരു പാത്തും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ദെൻ ഇ ഈസ് നോട്ട് എ ബ്രിഡ്ജ്. അങ്ങനെയാണെങ്കിൽ ഇ എന്താവാൻ പറ്റത്തില്ല? ബ്രിഡ്ജ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഇ എന്ന് പറയുന്ന സൈക്കിളിൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇ എന്ന് പറയുന്ന സൈക്കിളിലെ പോയിന്റ് ആയിട്ട് വരികയാണെങ്കിൽ അതെന്ത് പറ്റത്തില്ല? അതൊരു ബ്രിഡ്ജ് ഫോം ചെയ്യാൻ പറ്റത്തില്ല.
ഇ എന്ന് പറയുന്ന സൈക്കിളിലെ ഒരു എഡ്ജായിട്ട് വരികയാണെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബ്രിഡ്ജ് ഫോം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ ഇതിൽ നമുക്ക് എന്താ പറയാ, ഹെൻസ് ഇഫ് ഇ ഡസ് നോട്ട് ബിലോങ്സ് ടു ഡസ് നോട്ട് ഈസ് നോട്ട്, ഇങ്ങനെ പറയാം, ഹെൻസ് ഇഫ് ഇ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ സൈക്കിൾ വിച്ച് ഇംപ്ലൈസ് ഇ ഈസ് എ ബ്രിഡ്ജ്. സൈക്കിളിന്റെ പാർട്ടായ ബ്രിഡ്ജ് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നെഗേഷൻ എന്താ, സൈക്കിളിലെ പാർട്ട് അല്ല എങ്കിൽ അതെന്തായി, ബ്രിഡ്ജ് ആയി.